ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ആത്മാവിൽ നിറഞ്ഞവനായി ഗലീലയിലേക്ക് മടങ്ങുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നിദാനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്യുവാനും സുവിശേഷം അറിയിക്കുവാനും നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ് എന്നതിനെ ഇത് ഓർമ്മിപ്പിക്കുന്നു. യേശു പതിവ് പോലെ സാബത്ത് ദിവസം നസ്രത്തിലെ സിനഗോഗിൽ പോയി. തിരക്കുകൾക്കിടയിലും ദൈവവുമായുള്ള ബന്ധത്തിനും ആരാധനയ്ക്കും അവൻ പ്രാധാന്യം നൽകി. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ചിട്ടയായ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആവശ്യകതയെ എടുത്തു കാണിക്കുന്നു. ഈ വചനഭാഗങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരേണ്ടത് സഭയുടെയും ഓരോ വിശ്വാസിയുടെയും കടമയാണെന്നാണ്. തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറ്റാൻ നാം പരിശ്രമിക്കണം.